അടുത്ത ഒരു മോഡിഫൈഡ് വണ്ടിയാണ്, കിടുക്കൻ വണ്ടി. വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് മറ്റേ ഓട്ടോ ഷോ അതുപോലുള്ള കൊണ്ടുപോകുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, 30,000 കിലോമീറ്റർ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. വെറും 30,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ 6 സീറ്റർ. മേജർ റീപ്ലേസ്മെന്റ് ഫ്ലഡ് ഇല്ലാതെ നമ്മൾ ഗ്യാരണ്ടി ആണ്. അടുത്ത ഒരു കിടുക്കം മുതലാണ്. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കയറിയിട്ടുണ്ട്, അത്യാവശ്യം അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, VX ഫുൾ ഓപ്ഷൻ, അന്നത്തെ ഫുൾ ഓപ്ഷൻ. ഇനി അത്യാവശ്യം ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. 2018 മുകളിലാണ്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊടുക്കാം. പെർ ലാക്കിന് 2,500 വെച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തതും നമുക്കൊരു ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. 2021 വണ്ടി, 25 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, പുതിയ സീറ്റ് കവർ ഉണ്ട്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ കിലോമീറ്റർ 44,000 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാവുന്ന 2018 മോഡൽ. എയർ ബാഗ്, ABS വരുന്ന മോഡൽ. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീറിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 20-22 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. EXI ഓൾട്ടോ 800 ആണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി, 4 ടയർ പുതിയത്. ടിയാഗോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. XZA. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. അങ്ങനെ വീണ്ടും പെരുമ്പാവൂർ കാശിലെത്തിയിരിക്കുകയാണ്. ഷിയാസിക്ക, ഓണത്തിന് മുന്നേ ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ഓഫർ കൊടുക്കണ്ടേ എന്ന് ഷിയാസിക്ക ചോദിച്ചപ്പോൾ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ലൊക്കേഷൻ ഞാൻ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അതായത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മലമുറി എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരുമ്പാവൂർ മൂവാറ്റുപുഴ MC റോഡ്. യെസ്. അപ്പൊ ഇവിടെ ഓഫർ എന്താണെന്ന് തന്നെ പറഞ്ഞു. ഈ ഓണം പ്രമാണിച്ച് ഏത് വാഹനം എടുത്താലും ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടിയാണെങ്കിൽ ഡീസൽ, പെട്രോൾ വണ്ടിയാണെങ്കിൽ പെട്രോൾ കൊടുക്കുന്നതായിരിക്കും. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫോളോവേഴ്സിനും മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ഓഫറാണ്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ Instagram ID ഒക്കെ ഇവിടെ താഴത്ത് എഴുതി കാണിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി മേടിക്കുമ്പോൾ ഫുൾ ടാങ്ക് ഇന്ധനം തരുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ഓഫർ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. ഒത്തിരി വണ്ടികൾ മാറി കയറാനുണ്ട്, സ്റ്റോക്ക് കയറാനുണ്ട്. കുറെ വണ്ടികൾ മാറി കയറിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തതിനേക്കാളും വണ്ടികൾ മാറി കയറിയിട്ടുണ്ട്. പിന്നെ ലോ കിലോമീറ്റർ വണ്ടികൾ, ഫുൾ ഫിനാൻസ് ചേർന്ന വണ്ടികളുണ്ട്, ചെറിയ ഡൗൺ പേയ്മെന്റ്. അപ്പോ ഇത് നമ്മൾ എന്നൊരു ഡേറ്റ് കൊടുക്കുന്നോ? നമുക്ക് ഈ മാസം ലാസ്റ്റ് വരെ. ഈ മാസം 31 ഉണ്ടോ? 31 ഉണ്ടെങ്കിൽ 31 വരെ. 31 ഉണ്ടെങ്കിൽ 31 വരെ. കറക്റ്റ് അറിയില്ല കേട്ടോ, നമ്മൾ എന്നും കലണ്ടർ നോക്കുന്ന ആൾക്കാരല്ല, അങ്ങനെ മൈൻഡിൽ വരില്ല. അപ്പൊ ഈ മാസം 31, ഈ മാസം ലാസ്റ്റ് വരെയാണ് നമ്മൾ ആ ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വീഡിയോ തുടങ്ങാം അല്ലെ? തുടങ്ങാം. നമുക്കൊരു ലോ കിലോമീറ്റർ വണ്ടി തന്നെ തുടങ്ങാം. ലോ കിലോമീറ്റർ 6 സീറ്റർ വണ്ടിയാണ്. നമ്മുടെ ചാനൽ ഒരുപാട് പ്രാവശ്യം ഈ വണ്ടി ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതിൽ തന്നെ തുടങ്ങാം. KUV 2016 ലാസ്റ്റ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 30,000 കിലോമീറ്റർ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. വെറും 30,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ 6 സീറ്റർ വണ്ടിയാണ്. K6 പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന മോഡൽ. ആലോചിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നത് ഇമ്പിൾഡ് സ്റ്റീരിയോ ഒക്കെ വരുന്ന മോഡലാണ്. കമ്പനി സീറ്റ് കവറിലാണ് എപ്പോഴും വണ്ടി നിൽക്കുന്നത്. പക്ഷെ ഒരു ക്വാളിറ്റി ഉണ്ട്, വണ്ടി എക്സ്ട്രാ ക്വാളിറ്റി ഉണ്ട്. ആ ഒരു ലോ കിലോമീറ്റർ ഓടിയതിൻ്റെതായ ക്വാളിറ്റി വണ്ടി കിടപ്പുണ്ട്. ആ 2016 കമ്പനി ടയറാണ് വണ്ടി കിടക്കുന്നത്. ഒരു 10-15 കിലോമീറ്റർ കൂടി ഓടുള്ളൂ. അപ്പൊ കമ്പനി ആ 2016 ഒറ്റയ്ക്കുന്ന അതേ സെയിം ടയർ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര വില പറയുന്നത്? ഇത് നമുക്ക് 2,85,000 രൂപ കൊടുക്കാം. 2,85,000 പറയുന്ന വിലയല്ലേ? ഇത് ഏകദേശം നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാക്സിമം ലോൺ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു 90-95% ലോൺ 85% എങ്ങനെയും ചെയ്യാം. 2,85,000 നമ്മൾ എത്ര ഡൗൺ അടയ്ക്കും? നമുക്ക് 2-2.25 ചെയ്ത് കൊടുക്കാം. ലോൺ 2.25 ചെയ്ത് കൊടുക്കാം. 50 രൂപ താഴെ മതി. 50 രൂപ താഴെ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് ഈ വണ്ടി ഫിനാൻസ് ചെയ്ത് ഇറക്കാവുന്നതാണ്. മേജറായിട്ട് ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, വെള്ളം കയറിയ വണ്ടി അല്ല, ചെറിയ റീപ്ലേസ്മെന്റ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ ഈ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ല. അപ്പൊ മേജറായിട്ട് ആക്സിഡന്റോ വെള്ളം കയറിയ വണ്ടികളൊന്നും നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ട് അതിങ്ങനെ എടുത്തെടുത്ത് ഓരോ വണ്ടി എടുത്തിലും പറയുന്നില്ല. അപ്പൊ നേരെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് നമുക്ക് ഓണം പ്രമാണിച്ച് കുറച്ച് ചെറിയ വണ്ടികൾ പരിചയപ്പെടുത്തി കൊടുക്കാം. ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത്? അതെ. ഓക്കെ. ഇയോൺ ആണ്. ഏതാ മോഡല്? ഇയോൺ 2013 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. 1.10 ഓടിയിട്ടുള്ളൂ. ഡിലൈറ്റ് പ്ലസ് ആണ്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന വണ്ടി. നല്ല ക്വാളിറ്റി, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറൈറ്റി കളറുമാണ് വണ്ടി. അതെ. നമുക്ക് ഒരു 1,45,000 രൂപ കൊടുക്കാം. 45 അല്ലേ? ലോൺ പ്രയാസമാണ്. 13 ആയതുകൊണ്ട് ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ. നമുക്ക് കസ്റ്റമർ വന്നാൽ എന്തെങ്കിലും വ്യത്യാസം ചെയ്ത് കൊടുക്കാം. റെഡി ക്യാഷ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി അത്യാവശ്യം ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. 2018 മോഡലാണ്. എറാ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് നിലവിൽ തേർഡ് ഓണർഷിപ്പ് ആണ്. നമുക്ക് മാക്സിമം ഫണ്ടിങ് ചെയ്യാം.
235 ആസ്കിങ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫണ്ടിങ് ചെയ്യാം. വണ്ടി കിലോമീറ്റർ കുറവാണ്. 18 അല്ലേ? 800 cc. മൈലേജ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. 800 cc ആയിരിക്കും. അപ്പോൾ മാക്സിമം സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുമോ? മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സീറോ ഡൗൺ പേയ്മെന്റ് പറയുമ്പോൾ എല്ലാവരും നമുക്ക് ചെക്ക് ചെയ്ത് തരുന്നതാറുണ്ട്. അതെ, പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം ഫണ്ടിങ്. സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. ഒരു 700-750 സിബിൽ സ്കോർ സ്കോർ കൂടുന്നവരും ഫണ്ടിങ് കൂടുതൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഡിസൈർ ആണോ സ്വിഫ്റ്റ് ആണ്. ഓക്കെ, ഏതാ മോഡല്? 2014 മോഡല് VDI ഡീസൽ ആണ്. എത്ര ഓടിയുണ്ട്? 120 ഓടിയിട്ടുള്ളൂ. ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ഡീസൽ വണ്ടിയാണ്. മൈലേജിന്റെ കാര്യം പറയണ്ടല്ലോ. അത്യാവശ്യം മൈലേജുള്ളതാണ്. നമുക്ക് ഇത് 3,65,000 രൂപ കൊടുക്കാം. 365 അല്ലേ? 14 സ്വിഫ്റ്റ് VDI ഡീസൽ. തേർഡ് ഓണർഷിപ്പ് ആണ്. തേർഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. 365 മാക്സിമം ഒരു 3 രൂപയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റുമല്ലേ? 14 തൊട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാം. 12 ലാസ്റ്റ് 13 ഒക്കെ ചെയ്യാം. ശ്രീരാമ ചെയ്യുള്ളൂ. അപ്പൊ ഇൻട്രസ്റ്റ് കൂടും. ഈ കുറഞ്ഞ ടെനർ പ്രൊമോട്ട് ചെയ്യാറില്ല. 2 വർഷമൊക്കെ കിട്ടുള്ളൂ. ഇത് എത്ര വർഷത്തേക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഒരു 3 വർഷം ചെയ്യാം. 3 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇതും വെള്ളം കയറിയ വണ്ടിയൊന്നും അല്ല. അത് ഫുൾ ഗ്യാരണ്ടി. മേജർ റീപ്ലേസ്മെന്റ് ഫ്ലഡ് ഇല്ലാതെ നമ്മൾ ഗ്യാരണ്ടി ആണ്. ഇപ്പൊ കമന്റ് ഇടുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വെള്ളം കയറിയ വണ്ടികളാണോ? അതൊന്നും അല്ല. നമ്മൾ അങ്ങനത്തെ വണ്ടികളില്ല. നമ്മൾ നമ്മുടേതായ ഇൻസ്പെക്ഷൻ ചെയ്തിട്ടാണ് വണ്ടികൾ. അപ്പൊ നിങ്ങൾ പറയാം ആ വണ്ടികളൊക്കെ എവിടെ? ആ വണ്ടികൾ വിൽക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവാം. നമ്മുടെ ചാനലിൽ കൂടെ നമ്മളത് കാണിക്കാറില്ല. കാരണം അങ്ങനത്തെ വണ്ടികൾ വിൽക്കാൻ നമുക്ക് താല്പര്യമില്ല. അങ്ങനത്തെ വണ്ടി ഒരെണ്ണം നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതെ, പിന്നെ നമുക്ക് വിൽക്കാൻ പറ്റില്ല. അടുത്ത ഒരു മോഡിഫൈഡ് വണ്ടിയാണ്. കിടുക്കൻ വണ്ടി. ഫിനാൻസ് ഒന്നും കിട്ടൂല. അത്യാവശ്യം 2.5 ലക്ഷത്തിനോട് മുകളിൽ ഫിറ്റിംഗ് ചെയ്ത് തരുന്ന വണ്ടിയാണ്. അതെ, അപ്പൊ അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. വണ്ടിയിൽ നല്ല പണി പണിഞ്ഞിട്ടുണ്ട്. മോഡൽ വില ആയിരിക്കില്ല വണ്ടിക്ക്. അതെ, ഇത് ഏതാ മോഡല്? 2007 ഡിസംബർ. 2007 ഡിസംബർ മോഡൽ വണ്ടിയാണ് അല്ലേ? അത്യാവശ്യം എല്ലാ ഫുള്ളോട് എക്സോസ്റ്റ് കാര്യങ്ങൾ ഫുള്ള് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സൗണ്ട് കാണിക്കുന്നില്ല. അതെ, സൗണ്ട് കാണിക്കുന്നില്ല. ആവശ്യമുള്ളവര് ഇലക്ട്രോണിക് ആണോ? വാൾവട്രോണിക് മറ്റേ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിന് ആവശ്യം ഡീറ്റെയിൽ നമുക്ക് വാട്സ്ആപ്പ് ചെയ്താൽ നമ്മൾ ഡീറ്റെയിലും വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാം. അതെ, നമ്മൾ വീഡിയോയ്ക്ക് കൂടി അത്ര ഇതായിട്ട് പറയാത്തത് വണ്ടിയാണ്. നിങ്ങള് പബ്ലിക്കായിട്ട് കൊണ്ടുപോയി ഇതാക്കേണ്ട ഒരു വണ്ടിയല്ല. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് മറ്റേ ഓട്ടോഷോ അതുപോലുള്ള അങ്ങനത്തെ പരിപാടികൾക്ക് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഇത് എത്ര ഓടി ഉണ്ടാവും? 1.25 ഓടി. ഡീസലാണത്? പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ്. ഫുൾ വർക്കും ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഗ്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പുതിയ ഇൻഷുറൻസ് ആണ്. പോകുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമ്മൾ ഏകദേശം 2.5 ലക്ഷത്തിനോട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട് അല്ലേ? അപ്പൊ വില എന്താ പറയുന്നത്? ഇത് നമുക്ക് 3,90,000 രൂപയ്ക്ക് നെറ്റ് പ്രൈസിന് കൊടുക്കാം. 390 അല്ലേ? നോർമൽ 2007 സിവിക്കിന് 2.2 രൂപ കൊടുക്കണം. ഇത് അത്രയും ഫിറ്റിംഗ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫിറ്റിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു റേറ്റ് പറയുന്നത്. വണ്ടി കുഴപ്പമില്ല. താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്യാം. അടുത്ത ഒരു കിടുക്കം മുതലാണ്. ഒരു സ്കോർപിയോ. ഇതിലും അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കയറിയിട്ടുണ്ട്. അത്യാവശ്യം അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 2012 മോഡല് സ്കോർപിയോ എംഹോക്ക് വോയിസ് മെയിൽ വരുന്ന മോഡല്. ഓക്കെ, എംഹോക്ക് എഞ്ചിൻ വരുന്ന സ്കോർപിയോ ഡീസൽ. 2012 നിലവിൽ വണ്ടിക്ക് 2.5 ലക്ഷം രൂപ IDV ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. ഇതിപ്പോ എത്ര ഓടി ഉണ്ടാവും? 1,50,000 കിലോമീറ്റർ ഉണ്ട്. 1,42,000 കിലോമീറ്റർ കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ട് കമ്പനി സർവീസ് ചെയ്ത് കൊടുക്കാം കസ്റ്റമർ. 12 മോഡലാണെങ്കിലും നിങ്ങൾ അങ്ങനെ പേടിക്കണ്ട. ഇത് ഓണർഷിപ്പ് ഏതാ നടക്കുന്നത്? തേർഡ് ഓണർഷിപ്പ്. ഇത് കമ്പനി സ്റ്റിക്കർ ആണോ? അല്ല, ഇത് അഡ്വഞ്ചർ സ്റ്റിക്കർ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. ഞാനും വിചാരിച്ചു ഇങ്ങനെ ഒരു സ്റ്റിക്കർ കമ്പനി ഇറക്കുന്നില്ലല്ലോ. അപ്പോ വണ്ടിക്ക് വേറെ മേജർ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നല്ല കുഴപ്പമില്ലാത്ത ടയർ 60% ടയർ കിടപ്പുണ്ട്. അലോയ് ആഫ്റ്റർ മാർക്കറ്റ് അല്ലേ ഇത്? അതെ, ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ആണ്. പിന്നെ ഫ്രണ്ടിൽ പ്രോഗ്രാം സാധനങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് അടപ്പൊക്കെ അത്യാവശ്യം ഫുള്ളോടെ വണ്ടിയാണ്. അപ്പൊ വില ഇത് നമുക്ക് ഫൈനൽ 3,90,000 രൂപ കൊടുക്കാം. 390 അല്ലേ? 12 ഫിനാൻസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പ്രയാസമായിരിക്കും. പിന്നെ നിർബന്ധമാണെങ്കിൽ നമുക്ക് ശ്രീരാമൊക്കെ നിങ്ങൾ റെഡി ക്യാഷ് ഒപ്പിച്ചു വന്നെടുത്തു. നല്ല വണ്ടിയാണ്, കിടുക്കൻ വണ്ടിയാണ്. ബാക്കില് സ്കോർപിയോ. അടുത്ത് നമുക്കൊരു എത്തിയോസ്. ഈ സ്റ്റിക്കർ ഒന്ന് കാണിച്ചു കൊടുത്തോ. ഇത് ഫ്രണ്ടിലും ബാക്കിലും അടിച്ചിട്ടുണ്ട്. സ്കോർപിയോയിൽ ഒട്ടിച്ചിരിക്കുന്ന സ്കോർപിയോൺ. അടുത്തത് എത്തിയോസ് 2017 മോഡല് ലിവ സിംഗിൾ ഓണർഷിപ്പ് VX ഫുൾ ഓപ്ഷൻ. അന്നത്തെ ഫുൾ ഓപ്ഷൻ മിറർ ഫോൾഡിങ് ബാക്ക് വൈപ്പർ എല്ലാം വരുന്നത്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. നമ്മൾ ചുമ്മാ എപ്പോഴും പറയാറുണ്ട് സർവീസ് എന്ന്. ഫുൾ റെക്കോർഡ് കാണിച്ചു കൊടുക്കാം കസ്റ്റമറിന്. നമ്മുടെ ഉള്ള വണ്ടികളൊക്കെ നമുക്ക് റെക്കോർഡ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ വില എന്താ പറയുക? വില നമുക്ക് 4,50,000 രൂപയ്ക്ക് ഫൈനൽ 2017 VX പെട്രോൾ കൊടുക്കാം. 4 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. 4,50,000 രൂപ 17 മോഡല്. അപ്പോൾ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ മാനുവൽ വണ്ടിയാണ്. നീറ്റ് വണ്ടി കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു ഭാഗത്തേക്ക് പോകാം. നിസാൻ മൈക്ര ഏതാ മോഡല്?
നിസാൻ മൈക്ര 2016 ഡീസൽ വണ്ടി, എക്സൽ ഓപ്ഷനിൽ തന്നെ വണ്ടിയാണ്. എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ വരുന്ന മോഡലാണ്. ഡീസലിൽ മൈലേജ് പറയേണ്ട കാര്യം ഒരു 20 to 24 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. അപ്പോൾ എത്ര ഓടിയുണ്ട് വണ്ടി? ഈ വണ്ടി 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,20 ഓടി. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് അല്ലേ? ഇന്റീരിയർ കാണിക്കാൻ ലോക്കായി പോയി. ഇതിൽ ഓപ്പൺ ചെയ്യാം. ഇന്റീരിയർ ഓപ്പൺ ആക്കിയിട്ട് ഇന്റീരിയർ കാണിച്ചോ. അപ്പോൾ ഇതിന് വേറെ മേജറായിട്ട് ഇഷ്യൂസോ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. വില എന്താ പറയുന്നത്? ഇത് നമുക്ക് 2,65,000 രൂപ നെറ്റ് പ്രൈസിന് കൊടുക്കാം. നെറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം കുറച്ച് പറയണോണ്ടാണ് കേട്ടോ പറയണത്. 2016 ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഉള്ള വണ്ടിയാണ്. 2 to 2.25 ലോണും കയറുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് 5 വർഷത്തേക്ക് ലോൺ ചെയ്ത് തരാം. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊടുക്കാം. പെർ ലാക്കിന് 2,500 വെച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് അങ്ങനെ പെർ ലാക്കിന് 2,500 2,500 വെച്ച് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ 5 വർഷത്തേക്ക് ലോൺ ചെയ്യാം. 5 വർഷത്തേക്ക് ലോൺ ചെയ്യാൻ പറ്റും. 2 ലക്ഷം കിട്ടാൽ 5,000 രൂപ അടവ് വരുള്ളൂ. ചെറിയ EMI ഒക്കെ ഇട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റുന്ന ഡീസൽ വണ്ടി. അടുത്തതും നമുക്കൊരു ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. 2021 വണ്ടി, അൾട്രോസ് ഡീസൽ XT ഓപ്ഷനിൽ. മാനുവൽ അല്ലേ? മാനുവൽ ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കാര്യങ്ങൾ, മിറർ ഫോൾഡിങ് എല്ലാം വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്. ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന് അലോയി ഉണ്ടാവില്ലേ? മിഡിൽ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ XT ഓപ്ഷനിലാണ്. XZ ഉണ്ട്. ഓക്കെ. അലോയ്സ് ഒഴിച്ച് ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കിലോമീറ്റർ ഇത് 1,00,000 കിലോമീറ്റർ ഡീസൽ. മൈലേജിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. 25 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. ഓണർഷിപ്പ് ഏതാ നടക്കുന്നത്? സിംഗിൾ ഓണർഷിപ്പിൽ നടക്കുന്ന വണ്ടി. അപ്പോൾ വില നമുക്ക് 5.5 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. 5.5 ലക്ഷം രൂപയാണ് പറയുന്നത്. ഫിനാൻസ് ഫുൾ ലോൺ കയറും അല്ലേ? പ്രൊഫൈൽ ഉള്ളവർക്ക് നല്ല സിബിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റ് വരെ ഇറക്കാൻ സാധ്യതയുള്ള വണ്ടിയാണ് കിടക്കുന്നത്. അപ്പോ അടുത്ത വണ്ടി ഗ്രാൻഡ് ഐട്ടൺ. ഇങ്ങനെ പോവാല്ലേ? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരാം. ഗ്രാൻഡ് ഐട്ടൺ 2014 മോഡല്, 1.2 മാഗ്ന. അത്യാവശ്യം AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിന്റെ ഒക്കെ വരുന്ന മോഡല്. പെട്രോൾ മാനുവൽ. ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. പുതിയ സീറ്റ് കവർ ഉണ്ട്. റീപ്രൈസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ലോൺ ചെയ്യാവുന്ന 2,85,000 രൂപ കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ആണായിരുന്നു. ഇപ്പൊ നമ്മുടെ പേരിലേക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിൽ പ്രോപ്പർ സർവീസും പോയിട്ടുണ്ട്. 2.85 2.25 to 2.5 ഇടയ്ക്ക് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റ് മതി. ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക്. ഇതും ചെറിയ കിലോമീറ്റർ ഓടും. 44,000 കിലോമീറ്റർ ഉള്ളൂ. ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2018 മോഡലാ. 18 മോഡല് വെറും 40,000 കിലോമീറ്റർ. 44,000 കിലോമീറ്റർ. VXI ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. വേറെ മേജറായിട്ട് ഇഷ്യൂസോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടുന്നതാണ്. നമുക്ക് 3,25,000 രൂപ, ഏകദേശം 3 to 3.25 അടുത്ത് 3 എന്തായാലും ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും അല്ലേ? ചിലപ്പോൾ സാധ്യത ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം വണ്ടി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്തൊരു സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. 2015 ലാസ്റ്റ് VXI മാനുവൽ സെലേറിയോ. എത്ര ഓടിയുണ്ട്? ഇത് 1 lakh കിലോമീറ്റർ. പ്രോപ്പർ കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ്, പുതിയ ഫുൾ കവർ ഇൻഷുറൻസ്, സ്പെയർ കീ സർവീസ് ബുക്ക് ഒക്കെ ഉള്ള വാഹനം. ഇത് ഏറെക്കുറെ ഒരു 25 to 50 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഇറക്കാം. 3 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. അതിനും ഈ ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇറക്കി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്നത്. നമുക്ക് ഇൻഷുറൻസിന്റെ പേപ്പറൊക്കെ തീരാറായ നമ്മൾ എടുത്തു കൊടുക്കൂലേ? 3 മാസം ഡേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ പുതിയ എടുത്തു കൊടുക്കും അല്ലെ? 1 മാസം ഒന്നും ഡേറ്റ് വെച്ച് നമ്മൾ കൊടുക്കാറില്ല. പിന്നെ ചെക്കിംഗ് വാറന്റി കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ. പിന്നെ 7 ദിവസത്തേക്ക് മേജർ ആയ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്കും. എഞ്ചിൻ ഗിയർ ബോക്സ് നമ്മുടെ ഏത് വാഹനം എടുത്താലും എഞ്ചിൻ ഗിയർ ബോക്സ് ചേസ് നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് വാറന്റി ഇല്ലാത്തുള്ളൂ. ബാക്കി 7 ദിവസത്തെ ചെക്കിംഗ് വാറന്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മെക്കാനിക്കൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ അടുത്തുള്ള ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഏത് വർക്ക്ഷോപ്പിലും നമുക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം. അടുത്ത എസ്റ്റിലോ. ഇത് പുതിയ പേപ്പർ ഇപ്പൊ എടുത്തേക്കുന്ന വണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ റിന്യൂവൽ കഴിഞ്ഞു. 2031 വരെ ടാക്സ്, ഇൻഷുറൻസ്, പൊല്യൂഷൻ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പുതിയതെടുത്തിട്ടുണ്ട്. ഇത് ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് വാഗണറിന്റെ സെയിം കെ സീരീസ് എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ചെറിയ ബഡ്ജറ്റിൽ, ഒരു ആൾട്ടോയുടെ ബഡ്ജറ്റിൽ 1,45,000 രൂപ 2011 വണ്ടി കൊണ്ടുപോകും. 1000cc അല്ലേ? 1000cc. 1,45,000 രൂപക്ക് 5 വർഷത്തെ പേപ്പർ എടുത്ത വാഹനം. 1.45 റെഡി ക്യാഷിന് ഈ കിടക്കുന്ന വണ്ടി. 5 വർഷത്തേക്ക് പേപ്പറും ഉണ്ട്. ഒന്നും നോക്കണ്ട. വണ്ടി ഇതുണ്ടാക്കാം. ഇതില്ലേ? അതെ. അടുത്തൊരു ഓൾട്ടോ കേട്ടൺ ആണ്.
ഇതും VXi ആണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മോഡൽ 2013 മോഡൽ. 13 മോഡൽ. ഓക്കെ. കിലോമീറ്റർ എത്ര? 75,000 കിലോമീറ്റർ. പുതിയ ഇൻഷുറൻസ്, അലോയ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 1,85,000 രൂപ കൊടുക്കാം. 1,85 അല്ലേ? 1,85 വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. അലോയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന ടയറാണ്. കുഴപ്പമില്ലാത്ത ടയർ. ഏകദേശം ഒരു 60% ടയർ കിടപ്പുണ്ട്. ടയർ തേഞ്ഞൊക്കെയാണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കൂല. അത് നമ്മൾ ടയർ തന്നെ ഇടാറില്ല, നമ്മൾ മാറ്റിയിട്ട് അവിടെ ഇടാറുള്ളൂ. മാറ്റിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇടാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ടയറിന്റെ കാര്യം ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. അടുത്തതും ഒരു ടൈറ്റാനിയം ആണ്. ഫുൾ ഓപ്ഷൻ ഫിഗോ, പുതിയ പേപ്പർ. ഓക്കെ. ഡീസൽ അല്ലേ? ഡീസൽ. ഏതാ മോഡല്? 2010 ലാസ്റ്റ് വണ്ടിയാണ്. ഓക്കെ. എയർ ബാഗ്, ABS വരുന്ന മോഡലാണ്. ഓക്കെ. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീറിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 5 വർഷത്തോളം പേപ്പറും ഉണ്ട്. ചെറിയ വില കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്ത് 1,30,000 രൂപ, 25,000 രൂപ കൊടുക്കാം. 1,25,000 പുതിയ ഇൻഷുറൻസ് എടുത്ത് ഫൈനൽ കൊടുക്കാം. 1,25,000 റെഡി ക്യാഷ്. 2010 മോഡല്. ഫിനാൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഫുൾ ഓപ്ഷൻ. ആ സമയത്ത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എയർ ബാഗ്, ABS ഒക്കെ വരുന്ന മോഡലാണ്. ടയർ പുതിയ ടയറാണോ? ടയറൊക്കെ അത്യാവശ്യം 50 ഫ്രണ്ടൊക്കെ 70% ഉണ്ട്. കുഴപ്പമില്ല. ബാക്ക് വൈപ്പറൊക്കെ ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടൈറ്റാനിയം അല്ലേ? പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ അഡീഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. അടുത്തത് i10. 2013 വാഹനമാണ്. ഫിനാൻസ് ഒക്കെ ചെയ്യാവുന്ന മോഡലാണ്. 1 വർഷത്തേക്കൊക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 1,00,000 കിലോമീറ്റർ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് എല്ലാം വരുന്ന മോഡലാണ്. മാഗ്ന വേരിയന്റ് അല്ലേ? ഓക്കെ. ഇത് നമുക്ക് 1,75,000 രൂപയ്ക്ക് 2013 i10 കൊടുക്കാം. 1,75. പുതിയ ഇൻഷുറൻസ് ആണ് ഇതിന്. ഓക്കെ. അപ്പൊ ഇതിന് ഫിനാൻസ് വീടില്ലല്ലോ. ഫിനാൻസ് ഒക്കെ 1 വർഷത്തേക്കൊക്കെ വേണം നമുക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മോഡൽ വണ്ടികൾക്കൊക്കെ ഫിനാൻസ് എടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം റെഡി ക്യാഷിന് കൊണ്ടുവരിക. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇപ്പം നിരന്തരം കമന്റ് വരുന്നുണ്ട്, പെട്രോൾ വാഹനങ്ങളിൽ യൂസ്ഡ് വണ്ടി എടുക്കരുത്, കാരണം E20 പെട്രോൾ വന്നു എന്നുള്ളത്. കുറെ വീഡിയോസിലായിട്ട് നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, E20 പെട്രോൾ പുതിയ വാഹനങ്ങളിൽ വരുന്നുണ്ട് അല്ലേ? അന്ന് കരുതി നമ്മുടെ പഴയ പെട്രോൾ പമ്പുകളിലൊന്നും നിർത്തലാക്കില്ല. പഴയ പെട്രോൾ അവൈലബിൾ ആയിരിക്കും. കാരണം 2 വർഷം മുമ്പ് വരെ ഇറങ്ങിയ വണ്ടികളിലെല്ലാം നോർമൽ പെട്രോൾ അല്ലേ? അപ്പോൾ ആ വണ്ടിയൊന്നും കൊണ്ട് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗ്രാജുവലി E20 പെട്രോളിലേക്ക് മാറ്റുക എന്നല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് വണ്ടികളെല്ലാം ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. യൂസ്ഡ് വണ്ടി എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പെട്രോൾ വണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വണ്ടി അമേസ്. ഇത് ഡീസൽ വണ്ടിയാണ്. 20-22 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 2013 ലാസ്റ്റ്. സ്പെയർ കീ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. SMT വേരിയന്റ് ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് കൺട്രോള്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന മോഡലാണ്. ഇത് നമുക്ക് 3,10,000 രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം. 3,10 അല്ലേ? 2013 ലാസ്റ്റ് ഡീസൽ വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,30 ഓടിയ വണ്ടിയാണല്ലേ? 3,10. 3,10,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 2.5 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. മൈലേജിന്റെ കാര്യത്തിൽ രക്ഷയില്ലാത്ത ഡീസൽ മാനുവൽ വണ്ടിയാണ്. അമേസ് നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള വണ്ടിയല്ല. അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയാം കേട്ടോ. അതെ, ഗ്ലാസ് കാര്യങ്ങളൊന്നും ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കുള്ളൂ. ഇപ്പൊ ഇതുവരെ കണ്ട വണ്ടികളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് പറയാറുന്നത്. ഇന്ന് വരെ നമ്മൾ ഇത്ര വർഷമായിട്ട് വീഡിയോ ചെയ്തിട്ട് ഒരു കമന്റിൽ പോലും അതെ മോശം നമ്മള് വില കൂടുതലാന്ന് പല കസ്റ്റമറും പറയും. പക്ഷെ വണ്ടി ക്വാളിറ്റി കൂടുന്തോറും വില കൂടും. അതെ. ഇപ്പൊ ഈ ഓൾട്ടോ കേട്ടനൊക്കെ ശരിക്കും ഒരു 20,000 കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ കിലോമീറ്റർ ലോ ആണ്. 4 ടയർ പുതിയതാണ് എന്ന് വെച്ചാൽ 50 താഴെ ഓടിയിട്ടുള്ളൂ. വണ്ടി ക്വാളിറ്റി കൂടുന്തോറും വില വ്യത്യാസം വരും. നിങ്ങൾ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വണ്ടി വാങ്ങിക്കാൻ നിങ്ങൾ വന്ന് വണ്ടി കണ്ട് വണ്ടി ഇൻസ്പെക്ട് ചെയ്തിട്ട് വില പറഞ്ഞാൽ മതി. നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ക്വാളിറ്റി. ഇത് ഏതാ മോഡൽ? 2015 മോഡൽ ഡിസംബർ 16 ഫസ്റ്റ് വണ്ടിയാണ്. VXi ഓൾട്ടോ 800 ആണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി. 4 ടയർ പുതിയത്. 44,000 കിലോമീറ്ററിൽ കറക്റ്റ് കിലോമീറ്റർ ആയതുകൊണ്ടാണ് ടയർ പുതിയത്. ഒരു റീപ്ലേസും ഇല്ല. ഹൈ ക്വാളിറ്റി ഉണ്ട്. സ്പെയർ കീ, സർവീസ് ബുക്ക്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2,40,000 രൂപ ഫൈനൽ വില കിട്ടിയാൽ കൊടുക്കാം. അപ്പോൾ എന്ത് ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും? 25 രൂപ, 50 രൂപ താഴെ മതി ഇതിനൊക്കെ. അടുത്ത വീണ്ടും മൈക്ര. ഒരു മൈക്ര. ഇതും ഡീസലാണോ? പെട്രോൾ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഹൈ ക്വാളിറ്റി എന്ന് പറയാം. 5 ടയറും പുതിയതാ. 5 ടയർ സ്റ്റെപ്പിന് ഉൾപ്പെടെ 5 ടയറും കടും പുത്തൻ ടയർ. ഒരു 1000 കിലോമീറ്റർ ഓടിച്ചിട്ടില്ല. പെട്രോൾ വണ്ടിയാണ്. മോഡൽ ഏതാന്ന് പറഞ്ഞാൽ 2014 ഡിസംബർ 15 ഫസ്റ്റ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, XV, പെട്രോള്, മാനുവൽ. 2,40,000 രൂപ കൊടുക്കാം.
വണ്ടി ഒരു എക്സ്ട്രാ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എയർ ബാഗ് എല്ലാം വരുന്ന മോഡലാണ്. ഓക്കെ. 2 ലക്ഷം രൂപ 2.25 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്ത ടിയാഗോ. ടിയാഗോ അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. XZ ആണ് വേരിയന്റ്. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എത്ര ഓടിയുണ്ട്? 1 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ്. സിംഗിൾ ഓണർ. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട് അല്ലേ? എല്ലാം അത്യാവശ്യം എല്ലാ ബാക്ക് വൈപ്പർ അലോയ്സ് കാര്യങ്ങൾ. അലോയ്സ് അല്ല, ഈ ഒരു മോഡലാണ് വരുന്നത്. മോഡൽ ഡയമണ്ട് കട്ട് അലോയ് പോലെ തോന്നിപ്പിക്കുന്ന ഇതാണ് വരുന്നത്, കമ്പനി വരുന്നത്. ഇത് നമുക്ക് ഫൈനൽ 4 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. 4 ലക്ഷം രൂപ ഫൈനൽ. ഓക്കെ. ഈ ടാറ്റയുടെ വണ്ടിയൊക്കെ മാക്സിമം ഫിനാൻസ് കയറുമല്ലോ? പിന്നെ ഒരു 3.5 to 3.25 വരെ ചെയ്യും. അത് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആയിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത കിഡ് 2017 മോഡൽ കിഡ് ക്ലൈംബർ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. RXT എന്ന് പറഞ്ഞ ലിമിറ്റഡ് എഡിഷൻ വന്ന വണ്ടിയാണ്. ഈ ഓറഞ്ച് കാര്യങ്ങളെല്ലാം കമ്പനി വിടുന്ന. ഓക്കെ. 1000 cc ആണ്. എയർ ബാഗ് വരുന്ന മോഡലാണ്. ഇതിന്റെ അവിടെ ഇവിടെ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലൊക്കെ ഒരു ഓറഞ്ച് ഇതുണ്ടാവും അല്ലേ? ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 75,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. അപ്പോൾ വില പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 2,30,000 രൂപ ഫൈനൽ കൊടുക്കാം. 2.30 ഫൈനൽ കേട്ടോ. അപ്പോ ഇനി അടുത്ത നമുക്കൊരു ബൈക്കിലൂടെ കാണിക്കാം. ഇപ്പോൾ സ്റ്റോക്ക് കയറിയിട്ടുള്ളൂ. ഫുൾ ഓൺ ഒക്കെ ചെയ്യാവുന്ന ഒരു വണ്ടിയാണ്. ഇപ്പൊ കയറിയ വണ്ടിയാണല്ലോ. കയറിയിട്ടുള്ളൂ. ചെറിയ വർക്കുകളുണ്ട്. നമ്പർ പ്ലേറ്റ് ചെറിയ കാര്യങ്ങളൊക്കെ മാറാനുണ്ട്. അലോയ്സ് ഉണ്ട്. അലോയ് കൊള്ളാം. ഇതേതാ മോഡല്? 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പ് XV. സ്റ്റോക്ക് കയറണുള്ളൂ. ഇനിയിപ്പോ ചെറിയ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ. പെട്രോൾ മാനുവൽ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 70 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. നീറ്റ് വണ്ടി അല്ലേ? 2,75,000 രൂപയ്ക്ക് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 17 മോഡലാണ്. 2.75 ആണ് പറയുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പൊ ഇനി നിങ്ങൾ ആ ഒരു സൈഡിലേക്ക് നോക്കൂ. ഇവിടെ നമ്മൾ എപ്പോഴും വരുമ്പോൾ 2 വീഡിയോ ആയിട്ടാണ് ചെയ്യാറ്. കാരണം ഇത്രയധികം വണ്ടികൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ വണ്ടികൾ അടുത്ത ഒരു വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻസിന്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? ലാൻഡ് ടാക്സ്, പാൻ, ആധാർ അങ്ങനെയുള്ള കാര്യങ്ങൾ. അത്യാവശ്യം സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ മാക്സിമം ഫണ്ടിങ് ചെയ്യാൻ കൊടുക്കാം. പിന്നെ ഒരു ഫിനാൻസ് അല്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ ഫിനാൻസ് 15ഓളം ഫിനാൻസുകൾ ഉണ്ട്. നമുക്ക് ഒരെണ്ണത്തിൽ കിട്ടിയില്ലെങ്കിൽ അടുത്തതിൽ നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് മാക്സിമം കസ്റ്റമേഴ്സ് ഒന്ന് വണ്ടി കണ്ട് ഇൻസ്പെക്ട് ചെയ്ത് മേടിച്ചോ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂര് മലമുറി എന്ന് പറയുന്ന പേര് വരുന്നത് പെരുമ്പാവൂർ കാഴ്സ് ആണ്. പിന്നെ അടുത്ത വീഡിയോ ആ സൈഡിലേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കാറ്റലോഗ് നമ്പർ ഉണ്ട്. കോൺടാക്ട് നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുകയാണ്. ബാക്കി ഡീറ്റെയിൽ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം തരാം. അതെ, കാറ്റലോഗ് നമ്പർ ഞാൻ കാറ്റലോഗ് നമ്പർ എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗ് നമ്പറിലല്ല കോൾ ചെയ്യേണ്ടത്. കോൾ ചെയ്യേണ്ട നമ്പർ മുകളിലും കാറ്റലോഗ് നമ്പർ താഴെയായിട്ടായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആ പേരൊക്കെ ടൈറ്റിലൊക്കെ എഴുതിക്കേണ്ട അവിടെ ഞെക്കി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് തുറന്നു വരും. അവിടെ ഉണ്ടാവും ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അതെ, ഇനിയും കൂടുതൽ വണ്ടികൾ വരാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.